നൈറ്റ് ഫിഷിങ്ങിനാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു ത്രില്ലിംഗ് അനുഭവമായിരിക്കും. എന്തൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ? ധാരാളം വലിയ മീനുകളെ പിടിക്കുക, കൊണ്ടുവരിക, പൊരിച്ചടിക്കുക. അതിൽ ഏത് മീനെ കിട്ടണമെന്ന് നിങ്ങളുടെ ആഗ്രഹം? ഓക്കെ ഓക്കെ. കനല് അരപ്പൊക്കെ റെഡിയാക്കി വെച്ച ഇപ്പൊ വരാ. അഗത്തിയിലെ അന്താൻ ബീച്ചിൽ നിന്നാണ് 6 മണിയോടുകൂടി ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ ഞങ്ങളുള്ളത് അഗത്തി ദ്വീപിലാണ്. നൈറ്റ് ഫിഷിംഗ് ആക്ടിവിറ്റിയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ കൂടെ 5 ഗൈഡുകളും ഉണ്ട്. നൈറ്റ് ഫിഷിങ്ങിന് വിവിധ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മീനുകളെയൊക്കെ പിടിച്ച് ഗ്രില്ല് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ കുറച്ച് ദൂരെ കടലിലേക്ക് പോയിട്ട് ഫിഷ് കട്ടിംഗ് ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫിഷ് കട്ടിംഗ് കാണാം. ഞങ്ങൾ 6 മണിക്ക് തന്നെ പുറപ്പെട്ടതാണ്. കപ്പൽച്ചാല് അല്ലാത്ത പ്രദേശത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിലാണ് ഫിഷ് കട്ടിംഗ് നടത്തുന്നത്. ഞങ്ങളുടെ ബോട്ട് ഇവിടെ നങ്കൂരമിട്ടിരിക്കുകയാണ്. അഗത്തി ദ്വീപ് നോക്കിയാൽ കാണുന്നത്ര ദൂരമേ ഉള്ളൂ. ഇത് കപ്പലുകൾ ഓടാത്ത ഒരു പ്രദേശമാണ്. ധാരാളം മത്സ്യങ്ങൾ ലഭ്യമായ പ്രദേശത്ത് നോക്കിയാണ് ഈ ബോട്ട് നങ്കൂരമിട്ടിരിക്കുന്നത്. ഇവിടെ ധാരാളം കോറൽ ഗാർഡനുകളും നമുക്ക് കാണുവാൻ കഴിയും. ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് ടോർച്ച് തെളിച്ച് പരിസരം നിരീക്ഷിക്കുകയാണ്. മീനിൻ്റെ ലഭ്യത പരിശോധിക്കുകയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ മീൻ പിടിക്കുന്നത്. ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ കടലിൽ കുറേ ദൂരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ബോട്ട് ഇവിടെ നങ്കൂരിട്ടിട്ട് ഞങ്ങൾ നൈറ്റ് ഫിഷിങ്ങിന് കടലിലേക്ക് ഇറങ്ങുകയാണ്. 5 ആൾ വീതമാണ് ഇറങ്ങുന്നത്. സ്നോർക്കലിംഗ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നാം ധരിക്കുന്ന ലൈഫ് ജാക്കറ്റ്, മാസ്ക് എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഫിഷ് കട്ടിംഗ് നടത്തുന്നത്. ഗസ്റ്റുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ലൈഫ് ജാക്കറ്റും മാസ്കും ധരിക്കുന്നത്. നമ്മൾ വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഗസ്റ്റിനോട് ഒപ്പവും ഒരു ഗൈഡ് ഉണ്ടായിരിക്കും. അവരാണ് പ്രധാനമായും മീൻവേട്ട നടത്തുന്നത്. അവരുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് മീൻവേട്ട നടത്താൻ കഴിയൂ. ഒരു അടിപൊളി ഫിഷ് കട്ടിംഗ് ആയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. നിരവധി മീനുകളാണ്, അടിപൊളി ടേസ്റ്റ് ഉള്ള മീനുകൾ, നിരവധി മീനുകളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യം പോയ ആളും നല്ലൊരു ഇതിന്റെ പേരെന്താ? പാരറ്റ് ഫിഷ് ആണ് ഇത് പിടിച്ചിട്ടുള്ളത്. ആ പച്ച നിറമുള്ളതുകൊണ്ടാണ് പാരറ്റ് ഫിഷ് എന്ന് പറയുന്നത്. ധീര വരുന്ന നിഷക്കുട്ടി ഹാർവെസ്റ്റ് ചെയ്ത് അടിപൊളി. കയറി വന്നു. നല്ല ജീവനുള്ള പിടക്കുന്ന മീൻ. നമ്മളെ അങ്ങോട്ട് വന്നു. പാരറ്റ് ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എത്ര പേര് ഇതൊക്കെ മീനുകളാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ പിടിച്ച മീനുകൾ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ പിടയ്ക്കുന്ന മീനുകൾ കമ്പിയിൽ കോർത്ത് കൊണ്ടുവരും. കണ്ടോ? ആയിവാ, എന്ത് വെള്ളം കൈയൊന്ന് കേൾക്കാൻ വയലേക്ക്. ഇതാ ഞാൻ പറഞ്ഞ വയലേക്ക് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ഭംഗിയല്ലേ? 1, 2, 3 ഒരു ഭംഗിയുള്ള സാധനം കണ്ടോ? കറിയത്തിനാണ് ഇത്ര പൈസന്റെ സാധനം. ആമൂറും പാരറ്റും പൊളിക്കാൻ പറയാല്ലേ? നമ്മളെ അവിടെയാണ് നമ്മൾ ഈ മീനൊന്നും തിന്നില്ലല്ലോ. സൈഡിലൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ സുനിത. നിരവധി മീനുകൾ പിടിച്ചോണ്ട് വന്നു. ഇത് റീന മാഡം നിരവധി മീനുകൾ പൊക്കി. 2 ആൾ കൂടിയിട്ട് പൊക്കി. നിഷ ഇതാണ് നിഷ
ഞങ്ങളുടെ ഗൈഡുകളാണ് ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള പേരെന്താ? അസീസ്. എല്ലാവരുടെയും പേരെന്ന് പറയോ? ആരൊക്കെയാ നമ്മുടെ കൂടെ കൂടിയത്? ഫയാസ്, കലാം, സലീം, അറാഫത്ത്, കോയാസ്, സലീം, അസീസ് തുടങ്ങിയ നല്ല മിടുക്കന്മാരായ ചെറുപ്പക്കാരാണ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. നല്ലൊരു രസമായിരുന്നു അത്. നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് ഒട്ടും നീന്തൽ അറിയണ്ടെന്നുള്ളത്. ഇതൊക്കെ ഒരു നല്ല അനുഭവമാണ്, അടിപൊളി അനുഭവം. അത് മാത്രമല്ല വിശ്വാസം നിരവധി സമയത്ത് ഞങ്ങൾ കടലിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ രാത്രിയിൽ ആദ്യമായിട്ടാണ് കടലിൽ കൂടി യാത്ര ചെയ്യുന്നത്. ഇതാ ടെണ്ണ് കണക്കിന് മീൻ വേണ്ടിയിട്ട് കറിയ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ കറിയ ചേട്ടനാണിത്. സൂപ്പറായിരുന്നു. പടക്കുന്ന മീനുമായിട്ടാണ് കറിയായി സംഘം എടുത്തടാ. പടക്കുന്ന മീൻ ടൂ മച്ച് ഇഷ്ടം പോലെ. ഇതാ ഇത് മുഴുവൻ ഞങ്ങൾ കിട്ടിയതാണ്. ഇതാ ഇത് ഇങ്ങടെ ഇടുമ്പോഴത്തേക്കും നീ വരണ്ടോ? അതാ നീ വരണ്ട്. ഏതായാലും 50 കിലോ മീനാണ് ഞങ്ങള്. 50 അല്ല, 100ന്റെ അടുത്ത് വരും. 100 കിലോയും വരും. ഇതൊരു അനുഭവം അല്ലേ? ഇതാണ് ഞങ്ങളുടെ ധീരവനിത ഹിമ. നിരവധി മീനുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. സൂപ്പർ മീനുകളായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് പാരറ്റ് ഫിഷ് ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാരറ്റ് ഫിഷ് പൊരിച്ചടി. അടിപൊളി. ഇതാണ് ഞങ്ങളുടെ അബ്ദുൽ കലാം. ഞങ്ങളുടെ എല്ലാ ഗൈഡുകളും വളരെ സ്മാർട്ടാണ്. ഞങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇത്. VMW നൈറ്റ് ഫിഷിംഗ് എന്ന കമ്പനിയാണ് ഈ അഗത്തി ടൂറിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ്. സ്നോർക്കലിംഗ്, സ്കൂബ ഡൈവിങ്, അങ്ങനെ നിരവധി ആക്ടിവിറ്റി ഞങ്ങൾ ചെയ്തു. അതിൽ ഞങ്ങളെ ഏറ്റവും അധികം ഹരം കൊള്ളിച്ച ത്രില്ലിംഗ് ആയ ഏറ്റവും രസകരമായ ഒരു ഇതായിരുന്നു ഈ നൈറ്റ് ഫിഷിങ്. നിരവധി ആയിരക്കണക്കിന് 100 കണക്കിന് ഞങ്ങൾക്ക് രസകരമായ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന മീനുകളെയാണ് ഞങ്ങൾ പോയിട്ട് നേരിട്ട് ഹണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ത്രില്ലിംഗ് അനുഭവം തന്നെയാണിത്. എല്ലാവരും ചെയ്യേണ്ട ഒന്നാണ് നൈറ്റ് ഫിഷിംഗ്. താങ്ക് യു. വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി. നമ്മൾ പ്രതീക്ഷിച്ച് ഇത്രയും കിട്ടും. അതാണ് പാരറ്റ് ഫിഷ്. ആ തത്തമ്മയുടെ നിറമുള്ളതുകൊണ്ട് അതിനാ നല്ല ടേസ്റ്റ്. എത്ര അവിടെ നിൽക്കാൻ മോനേട്ടാ. ഞങ്ങളുടെ മോഹനേട്ടനും എത്തിയിരിക്കണം. മോഹനേട്ടന്റെ ഗംഭീര ഹാർവെസ്റ്റ്. പൊക്കിപ്പിടി. അയ്യവാ. മോനേട്ട പൊക്കിപ്പിടിച്ചേ. മോനേട്ട ഒന്ന് ഷൂട്ട് ചെയ്തേ. മോനേട്ട അടിപൊളി ഇതാ മീനാണ്. അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഇത്ര വലിയ ഒരു ഇത്ര വലിയ മീൻ വേട്ടക്കാരനാണെന്ന് കുറച്ച് നേരത്തേക്ക് തണുപ്പുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ദൂരെ ലൈറ്റ് ഇട്ട് കാണുന്നത് അഗത്തി ദ്വീപാണ്. അഗത്തി ദ്വീപിന്റെ നീളം എന്താ നമുക്ക് ലൈറ്റിൽ ഇങ്ങനെ ഫുള്ള് കാണാൻ പറ്റും. അപ്പൊ അഗത്തി ദ്വീപിന്റെ തീരത്ത് തന്നെയാണ്. അതിന് ഞങ്ങളുടെ ഒരു ധീരപുരുഷൻ ബേബിക്കുട്ടനും കൂടി ഇങ്ങോട്ട് തിരിച്ചെത്താനുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ മീൻ കൊണ്ടുവന്നേ നോക്കാം. ഇപ്പൊ മീനുമായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബേബിക്കുട്ടനാണ്. ബേബിക്കുട്ടൻ ഇങ്ങോട്ട് നോക്ക്. എടുത്തപ്പോ എത്ര വമ്പൻ ഇത്.
കേറുക എന്നിട്ട് അയ്യോ ആവേശം കൊണ്ട് ആവേശം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. ബേബിക്കുട്ട എത്ര കിലോ മീനുണ്ടാവും ഇത്? ഒരു 8-10 കിലോ, ഒരു 8-10 കിലോ വരും. 8-10 കിലോ വലിയൊരു പാരറ്റുമായിട്ടാണ് ബേബിക്കുട്ടൻ വന്നിരിക്കുന്നത്. ഏതായാലും അഭിനന്ദനങ്ങൾ ബേബിക്കുട്ട, ഗംഭീര ഹാർവസ്റ്റ്, ഗംഭീര ഹാർവസ്റ്റ്. ഇതെല്ലാം ഞങ്ങൾ പിടിച്ച മീനാണ്, ഇതെല്ലാം ഇന്ന് പിടിച്ച മീനാണ്. ഗംഭീര ഹാർവസ്റ്റ്. ബേബി എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? വളരെ അടിപൊളി. ഇത് നടത്തിയിലെ ജീവിതം സത്യം പറഞ്ഞുണ്ടല്ലോ, സ്കൂബ ഡൈവിങ്ങിനേക്കാളും സൂപ്പർ. ഉറപ്പല്ലേ? സ്കൂബ ഡൈവിന് 3500 കൊടുക്കും. പൈസ വെച്ച് നോക്കുമ്പോ ഇതാണ് പ്രാക്ടിക്കലായിട്ട് വല്ലതും നടന്നോളൂ. ഇതാണ് അടിപൊളി. ഇത് മിസ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഭയങ്കര നഷ്ടമായി പോയി, യാതൊരു സംശയമില്ല. ഇത് ചെയ്തില്ലേ നഷ്ടമല്ല. ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നു അവര് കൈ വിടും നല്ലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നല്ല ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ത്രില്ലായിട്ട് നമ്മൾ സഹകരിച്ചപ്പോ നന്നായിട്ട് എല്ലാം ഏറ്റവും അധികം സൂപ്പറായിട്ട് ഒരുപാട് മീൻ കിട്ടി. ഏറ്റവും അധികം നന്ദി പറഞ്ഞ നമ്മുടെ ഗൈഡുമാരല്ലേ, അവര് ഭയങ്കര എക്സ്പെർട്ടുകളാണ്. ഈ ആക്ടിവിറ്റിക്ക് ഭയങ്കര എക്സ്പെർട്ട് അവര്. പിന്നെ നമ്മുടെയൊക്കെ ആത്മവിശ്വാസം ഒരുപാട് കൂടി എന്നുള്ളതാണ് അല്ലേ? പ്രിയ കൂട്ടുകാരെ, ഇതാ നോക്കൂ, ഞങ്ങള് ഫിഷ് ഹാർവസ്റ്റ് ഫിഷ് കണ്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും നിരവധി മീനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പാരറ്റ് ഫിഷൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഗൈഡുകളാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ളത്. അവരുടെ BMW ഒരു ഗംഭീര പ്രവർത്തനമാണ്. ഞങ്ങൾ നല്ല ത്രില്ലിലാണ്. നൈറ്റ് ഫിഷിങ്, എത്ര മീനുകളെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയധികം മീന്. ഇത് തന്തൂരി അടുപ്പിലിട്ട് പൊരിച്ചടിച്ചാലുണ്ടല്ലോ, പാരറ്റ് ഫിഷിന്റെ വമ്പൻ ടേസ്റ്റ് ആണ്. ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരും നല്ല ത്രില്ലിലാണ്. ഞങ്ങൾ ചെയ്തിട്ടുള്ള അഗത്തിയിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇത്. ഞങ്ങൾ നിരവധി കൂട്ടുകാരെ ഇനി ഇവിടെ എത്തിക്കുകയാണ്. BMW കൂട്ടുകാരും BMW അംഗങ്ങളും നല്ല സപ്പോർട്ടാണ്. അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇതിനകത്ത് ഒരുപാട് മീനുകളെ കിട്ടി. വലയിട്ടാൽ പോലും ഇത്രയധികം മീനുകളെ കിട്ടില്ല. നമുക്ക് ഈ മീനുകളൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെയാണ് ഞങ്ങളുടെ വേട്ടക്കാര്, മീൻ വേട്ടക്കാര്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വേട്ടക്കാര്. അതാ ഗംഭീരം. ഇതൊക്കെ നമ്മുടെ വേട്ടക്കാര്. ഇനി നമുക്ക് നമ്മുടെ BMW കമ്പനിയുടെ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ലീഡറാണ് അബ്ദുൽ കലാം. ഇതല്ലേ ലീഡർ? നമ്മുടെ ലീഡർ അബ്ദുൽ കലാമിക്കാണ്. എന്താണ് പറയാനുള്ളത് ഈ പ്രവർത്തനത്തിൽ? ഗസ്റ്റുകൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമാണ് കഴിയുള്ളൂ. ആരൊക്കെയാണ് ഈ ഇതിനകത്ത് കൂടിയത്? എല്ലാവരുടെയും പേരുകളൊന്ന് പരിചയപ്പെടുത്തും. ഇവിടെ തന്നെ ഉണ്ടാക്കി തരും. ഞങ്ങൾ അപ്പുറത്ത് ഗ്രില്ല് സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഉണ്ടാക്കി ഇതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം. ഇതൊക്കെ ഞങ്ങൾ ഇന്ന് പിടിച്ചിട്ടുള്ള മീനുകളാണ്. 20 അല്ല, 20 ഈ ഒരു മീൻ തന്നെ ഉണ്ടല്ലോ, ഒരു 3 കിലോ. ഇത് തന്നെ ഉണ്ടോ 1.5 കിലോ മീന്. ഇതാണ് പാരറ്റ് ഫിഷ്. പാരറ്റിന്റെ നിറാണ് ഇത്. ഇത് തന്നെ ഒരു 1.5 കിലോ ഉണ്ടോ. അതാ ഇതൊക്കെ പാരറ്റ് ഫിഷാണ്. ആയിവാ ഗംഭീര. അപ്പൊ ഇനി നമ്മൾ ഇതിനെ തന്തൂരി അടുപ്പിലിട്ട് പൊരിച്ച് തിന്നാൻ പോവാണ്. അത് നമുക്ക് കാണാം. ഞങ്ങള് പൊരിച്ചിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാ മീൻ വേട്ട കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടുകാര്.
എന്നിട്ട് മീനുകളെല്ലാം ഇവിടെ കൂട്ടിയിരിക്കുന്ന മനോഹര ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പോർട്ട് കണ്ടർമാര്. ഇതൊക്കെയാണ് ഞങ്ങളുടെ മിടുമിടുക്കരായ കൂട്ടുകാർ. അതാ നീരാളി, ഒരു വിചിത്ര ജീവി തന്നെയാണ് നീരാളി. ഇതിന് ഭക്ഷ്യയോഗ്യാണിത്. അടിപൊളി. ഓക്കെ ഓക്കെ. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. പൊരിച്ചടിക്കാൻ പോവാ. പാടുന്നുണ്ടോ? ചെമ്പല്ലി കരി ലാസ്റ്റ് പാട്ടാട്ടോ. പാടിക്കൊടുക്കേ. എടുത്തോ എടുത്തോ. ഓക്കെ ഓക്കെ. ഗ്രില്ലിങ്ങിനുള്ള കനൽ തയ്യാറാക്കുകയാണ്. ഗ്രില്ല് ചെയ്യുന്നതിനുള്ള കനൽ തയ്യാറാക്കുകയാണ്. അതൊരു മോട്ടറുണ്ട്. ഇതാ നമ്മുടെ ഷുക്കൂറാണ് ഈ മീൻ ഗ്രില്ല് ചെയ്യുന്നതിനുള്ള കനൽ തയ്യാറാക്കുന്നത്. നമ്മൾ കനലിന് ഊതി കഷ്ടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. അതാ ഒരു മോട്ടറൊക്കെ വെച്ചിട്ടാണ്. ഭയങ്കര സെറ്റപ്പ് വരികയാണ്. വൈബം പരിപാടിയാണ്. ഇതൊക്കെ മുളകൊക്കെ അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ മുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതാ പിന്നെ ഇതാ ഉള്ളിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാരറ്റ് വെക്കുവാണ്. ഗ്രില്ല് ചെയ്യാനുള്ള മീനൊക്കെ റെഡി. ആ പാരറ്റ് ഫിഷ് കൂടുതലെടുത്തോ കേട്ടോ. നമുക്ക് ചൂട് കിട്ടും. കനൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രില്ല് ചെയ്യാനുള്ള കനലുകളാണ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മെഷീനിൽ നിന്ന് ഊതിയിട്ടാണ്, ഇവിടെ കറണ്ട് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നിന്ന് ചൂട് കിട്ടും. ഇങ്ങോട്ട് നിന്നോ, ആ വയറെ ചട്ടാതെ വാ. തീ കായാൻ വാന്ന് കറിയാച്ച തണുക്കണ്ട്. തീ കായാൻ വന്നോ. എല്ലാത്തിനും ബുദ്ധി പോയി. കനലൊക്കെ റെഡിയാക്കിയതിന് ശേഷം എന്താ ഗ്രില്ലിൽ വെച്ച് കഴിഞ്ഞു. ചില മീൻ പൊളന്നിട്ടാണ് വെച്ചിട്ടല്ലേ അല്ലേ? മീനും പൊളന്ന 2 പൊളന്ന് വെച്ചു. എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ചേരുവകൾ ചേർത്ത്? സാധാ വറ്റൽമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഫിഷ് മസാല, പിന്നെ ഇവിടുത്തെ സുർക്ക, വിനാഗിരി അത്, പിന്നെ ഉപ്പും, പിന്നെ കുറച്ച് മറ്റേ ചെറുള്ളി. ഓക്കെ. ഞങ്ങൾ 4-ാം തീയതി വന്നാണ്. ട്രാവൽസ് ചെയ്ത ഞങ്ങൾ ഗ്ലോബൽ ട്രാവൽ ലീഡർ അവിടെ GTL മലപ്പുറം. ഒരു പ്രാവശ്യം ഗ്രില്ലിൽ 16ഓളം മീനുകൾ വെക്കാൻ കഴിയുന്നുണ്ട്. വലിയ ഗ്രില്ലാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ സംഘങ്ങൾക്കും ഉള്ള മീൻ ലഭ്യമാണ്. 2-3 ട്രിപ്പായിട്ട് ഞങ്ങൾക്ക് മീൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ 3ാമത്തെ ട്രിപ്പാണ്. ഇതും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. നൈറ്റ് ഫിഷിംഗ് ഓർഗനൈസ് ചെയ്യുന്ന കമ്പനി തന്നെ ഒരു ഡൈനിങ് ഹാള്, കിച്ചൺ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അംഗങ്ങൾക്കെല്ലാം തയ്യാറാക്കിയ ഗ്രില്ല് ചെയ്ത ഫിഷ് കഴിക്കുന്നതിനുള്ള ഡൈനിങ് ഹാൾ വരെ ഇവിടെ റെഡിയാണ്. നമ്മൾ ഭക്ഷണത്തിനായി തയ്യാറാവുകയാണ്.
ഞങ്ങൾ പൊരിച്ച മീന് കഴിച്ചു നോക്കാണ്. എല്ലാരും മീൻ രുചി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മീനിന്റെ രുചിയെ? സൂപ്പർ അല്ലേ? സൂപ്പർ, നല്ല ഫ്രൈ ആണ്. അടിപൊളി, ഗംഭീരം, നല്ല ടേസ്റ്റ് ആണ്. സൂപ്പർ, നല്ല ഫ്രഷ് ആയിട്ട്. ഇന്ന വരെ ഇത്ര നല്ല മീൻ കഴിച്ചില്ലെന്ന് പറയുമ്പോ പെണ്ണുപിള്ള ബേബിയുടെ തന്നെ ഒറ്റ ഓക്കെ ഓക്കെ.